കേരളത്തിന്റെ ആഘോഷങ്ങളുടെ നാടാണ് തൃശ്ശൂർ പേരോട് നമ്മൾ പിന്നെയും പിന്നെയും അല്ലെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും തനത് കലാരൂപങ്ങളുടെ നാട് കൂടിയാണ് മലയാള നാട്, കേരളക്കരയെന്ന് നമുക്കൊക്കെ അത്തരത്തിൽ ഒട്ടേറെ കലാരൂപങ്ങളിൽ ആദ്യം വരുന്ന മുഖമാണ് പേരാണ് കഥകളി എന്നുള്ളത്. തീർച്ചയായിട്ടും കഥകളിയുടെ ഈറ്റില്ലമായിട്ട് കൊട്ടാരക്കരയെ നമ്മൾ ഇന്നും വിസ്മയിപ്പിച്ചിട്ടുണ്ട്, ചരിത്ര രേഖകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് തൃശ്ശൂർ പേരിന്റെ ആഘോഷ പെരുമയിൽ ഏറ്റവും മികവുറ്റ മുഖമായിട്ട് മാറുന്നതും ഈ ഒരു പ്ലോട്ടുകളിൽ ഒന്ന് കഥകളിയാണ് എന്നുള്ളതാണ്. അങ്ങനെ കേരളക്കര ഒന്നാകിയ തനത് കലാരൂപങ്ങളുടെ ഏറ്റവും വിറ്റില്ലായ്മയായ കൊട്ടാരക്കരയിൽ നിന്ന് ഇന്ന് തൃശ്ശൂർ പേരൂരിന്റെ സ്വരാജ് റൗണ്ടിൽ എത്തി നിൽക്കുമ്പോൾ അത് ബോൺ നത്താലി 2K24ന്റെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഏറ്റവും വിസ്മയ രാവൊരുക്കുന്ന ദിവസത്തിൽ ഏറ്റവും പ്രധാന മുഖമാണ് എന്നുള്ളത് പറയാതെ വയ്യ. ഏകദേശം സംഘാടന സമിതി ഒരുക്കുന്ന 15ഓളം പ്ലോട്ടുകൾ, വ്യത്യസ്തമായിട്ടുള്ള വർണ്ണ വിസ്മയം ഒരുക്കുന്ന വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കുന്ന പ്ലോട്ടുകൾക്കൊപ്പം തന്നെ പല ഇടവുകളിൽ ഏകദേശം 6ഓളം ഇടവുകളാണ് ഈ 21 പ്ലോട്ടുകളിൽ ഒപ്പം ചേർത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. സമകാലിക വിഷയങ്ങൾക്കൊപ്പം തന്നെ കേരളം പ്രതിദാനം ചെയ്യുന്ന പലതരം കലാരൂപങ്ങൾ നമ്മൾ കണ്ടതും പോയതും ഒപ്പം തന്നെ നമ്മളുടെ ആഘോഷങ്ങൾക്കൊപ്പം അലയടിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ കൂടി സ്വരാജ് റൗണ്ടിൽ അണിനിരക്കുമ്പോൾ അത് മറ്റൊരു വിസ്മയമാകുന്നു എന്നുള്ളത് പറയാതെ വയ്യ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ജില്ലാ ഹോസ്പിറ്റൽ മുമ്പിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന കഥകളി രൂപത്തോടു കൂടിയുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫ്ലോട്ട് എന്നുള്ളത്. അങ്ങനെ നാനാജാതി മതസ്ഥർക്കൊപ്പം തന്നെ ഏറ്റവും കലയുടെ സമസ്ത മേഖലകളിലും നമ്മൾ കണ്ട തൃശ്ശൂർ പേരൂരിനെ എല്ലാ രീതിയിലും സാംസ്കാരിക തലസ്ഥാന നഗരിയാണെന്ന് കൂട്ടിയുറപ്പിക്കും വിധം ബോൺ നത്താലി 2K24ലേക്ക് എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ വർഷം പിന്നിടുമ്പോഴും ഏറ്റവും മികവുറ്റതാക്കാൻ മാറ്റാൻ സംഘാടക സമിതി ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇന്ന് ഈ കാണുന്ന വർണ്ണ വിസ്മയ വർണ്ണാഭമായ കാഴ്ച എന്നുള്ളത്. എങ്ങനെയാണ് പറയാതിരിക്കാനാവുക? അതുപോലെ തന്നെയാണ് ഏകദേശം 3 മണിക്കൂറിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 2.5 മണിക്കൂറിലേറെ പിന്നിട്ടിരിക്കുന്നു ബോൺ നത്താലി 2K24ന്റെ ഈ വർണ്ണാഭമായിട്ടുള്ള കാഴ്ച. എങ്കിൽ പോലും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള കലാസ്നേഹികളെ, ഏറ്റവും പ്രിയപ്പെട്ട കാണികളെ, സാക്ഷികളെ ഏറ്റവും മികവുറ്റ കാഴ്ച ഒരുക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഇവിടെയുള്ള ഓരോ പാപ്പന്മാരും എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നെയും ആവർത്തിച്ച് പലതരം പാട്ടുകൾ വരുമ്പോൾ പോലും ഒരിക്കൽ പോലും അതിൻ്റെ ഒരു ആവേശവും ആരവവും ചോരാതെ നൃത്ത വിസ്മയം ഒരുക്കുന്നതിൽ അവർ ഏറെ ശ്രദ്ധാവുലാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ, നമുക്കും ഇനിയുമേറെ പാപ്പന്മാർ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കേണ്ടതുണ്ട്. ഇനിയുമേറെ ഫ്ലോട്ടുകൾ നിങ്ങൾക്ക് വർണ്ണ വിസ്മയങ്ങൾ ഒരുക്കി നിങ്ങൾക്ക് മുമ്പിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനൊക്കെ മാർഗ തടസ്സമായി, വഴി തടസ്സമായി നിൽക്കുന്നത് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന കലാസ്നേഹികൾ തന്നെയാണെന്നുള്ളത് ഏറെ വിഷമത്തോടെ തന്നെ ഓർമ്മിച്ചുകൊള്ളട്ടെ. കാരണം നിങ്ങൾ ഏറ്റവും വീതിയേറിയിട്ടുള്ള സ്വരാജ് റൗണ്ട് ഏകദേശം 10 അടിയിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങളുടെ ആ കാഴ്ചയുടെ വിസ്മയം നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് തന്നെ ആഘോഷിക്കണം, അല്ലെങ്കിൽ അത് ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ചെയ്തതെന്ന് അറിയാം. പക്ഷേ നമ്മളുടെ ഈ ഒരു ആഘോഷ യാത്ര ഇത്രയധികം പാപ്പന്മാർ നിങ്ങളിലേക്ക് എത്തുന്നതിൽ, നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതിനെ സമയമേറെ എടുക്കും എന്നുള്ളത് വലിയൊരു കാരണം കൂടിയായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ.
അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് ഇതിന്റെ സംഘാടകങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് ബഹുന്നത്തലയുടെ വലിയ വിജയത്തിന്റെ ഭാഗമാവുന്ന വോളണ്ടിയേഴ്സ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റോഡിന്റെ 2 വഴിധാരയിലേക്കായിട്ട് മാറി നിൽക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, കൂടുതൽ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയും ഡാൻസിങ് പാപ്പാവിന് ഏറ്റവും മനോഹരമായിട്ടുള്ള നൃത്തവിസ്മയം ഒരുക്കുന്നതിനും കൂടി വേണ്ടി തന്നെയാണ്. അപ്പൊ ദയവ് ചെയ്ത് ഈ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് തന്നെ സ്വരാജ് റൗണ്ടിൽ ഒത്തുകൂടിയിരിക്കുന്ന പല ഭാഗങ്ങളിലും തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കാഴ്ചയെ ഒരുക്കുന്നതിന് വേണ്ടിയും ഡാൻസിങ് പാപ്പാസ് ഫ്ലോട്ടുകൾ കടന്നു പോകുന്നതിന് വേണ്ടിയും വലിയ വഴിധാര തന്നെ ഒരുക്കിക്കൊണ്ട് തൃശ്ശൂർ പേരൂരിന്റെ ആഘോഷ പെരുമ മറ്റുള്ളവരിലേക്കും പല ദേശങ്ങളിലേക്കും ദേശാന്തരങ്ങൾക്കപ്പുറത്തേക്ക് ഭാഷാ പരിമിതികളില്ലാതെ ആഘോഷത്തിന്റെ ഏറ്റവും നിർവൃതി അണിയുന്ന തൃശ്ശൂർ പേരൂരിന്റെ ആഘോഷം ഒരിക്കൽ കൂടെ ടോക്കിയോ 24 എത്തുമ്പോൾ അത് പിന്നെയും ആവേശത്തിരയിലായിട്ട് ഡാൻസിങ് പാപ്പാസ് സ്വരാജ് റൗണ്ടിൽ നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് തൃശ്ശൂർ എന്തുകൊണ്ട് സാംസ്കാരിക തലസ്ഥാന നഗരിയായി എന്നതിന് ഏറ്റവും വലിയ തെളിവ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡാൻസിങ് പാപ്പാസ് റെഡിയാണ്. കാഴ്ചക്കാരായ നിങ്ങൾ ഓരോരുത്തരും അതേ ആവേശത്തോടെ തന്നെ കൈകോർത്തുകൊണ്ട് ഒരേ ഐക്യത്തോടെ ഒരേ മനസ്സോടെ നമ്മുടെ പാട്ടുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരകളിലും മനസ്സുകളിലും മൊഴികളിലും ക്രിസ്മസിന്റെ ആഘോഷവും ആവേശവും ഒട്ടും ചോരാതെ ഇങ്ങനെ അലയിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ മെല്ലെ ഇനിയും ഏറെ നമ്മൾ കണ്ടതിനേക്കാൾ ഏറെ ഏകദേശം 3 മണിക്കൂറിലേക്ക് നീങ്ങുമ്പോഴും ഇനിയും കണ്ടതിനേക്കാൾ ഏറെ പാപ്പങ്ങളും ഫ്ലോട്ടുകളും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. സോ നിങ്ങളുടെ സഹകരണം ഏറ്റവും വലിയ നന്ദിയോടെ ഓർക്കുമ്പോഴും ഇനിയും അത് തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് തൃശ്ശൂർ ഏറ്റെടുത്ത പരിപാടിയാണ്. തൃശ്ശൂർ പൂരത്തെ പോലെ, തൃശ്ശൂരിലെ പുലിക്കളിയെ പോലെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും, നാനാജാതി മതസ്ഥരായിട്ടുള്ള മുഴുവൻ ആളുകളും, ഇരു ദേവസ്വങ്ങളും, പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാക്കാടി ദേവസ്വവും തൃശ്ശൂർ കോർപ്പറേഷനും ഈ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങളും ഈ നാട്ടിലെ മുഴുവൻ ക്രൈസ്തവ സഭകളും ഒന്നു ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാം ഇത് മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഏറെ ഈറ്റില്ലമായിട്ട് പ്രഘോഷിക്കപ്പെടുന്ന, മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായിട്ട് അറിയപ്പെടുന്ന തൃശ്ശൂർ പൂരത്തിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു പരിപാടിയായി പൊണ്ണതലയും മാറി എന്നതിൽ ഇതിന്റെ സംഘാടകരായ തൃശ്ശൂർ പൗരാവലിക്കും തൃശ്ശൂർ അതിരൂപതയ്ക്കും ഏറെ അഭിമാനമുണ്ടെന്ന കാര്യം ഏറെ നന്മയോടെ, അതിലേറെ ആത്മാഭിമാനത്തോടെ ഇവിടെ പറയട്ടെ.
ഭൂജാതനായി ലോകരക്ഷകനാഗതനായി ഒന്ന് താലെ മാറ്റൊലിയോടെ തൃശൂർ പേരുണരുകയായി കൊട്ടും പാട്ടും കുഴൽ വിളിയോടെ ആനന്ദത്തിൻ ആർപ്പുകളോടെ സ്നേഹത്തിൻ നിറവായി മനതാരിൽ പെയ്തിറങ്ങാൻ പാവങ്ങൾക്കാശ്വാസം രോഗികൾ കാലംബം മരവായി പൊന്നത്താലേ കാരുണ്യ കടലായി സ്നേഹത്തിൻ നിറവായി മനതാരിൽ പെയ്തിറങ്ങാൻ പാവങ്ങൾക്കാശ്വാസം രോഗികൾ കാലംബം മരവായി പൊന്നത്താലേ സോദര സ്നേഹത്തിൻ പൊൻവസന്തൻ കാലിത്തൊഴുത്തിൽ ഭൂജാതനായവൻ ഗ്ലോറിയ ഗ്ലോറിയ രാജൻ ഭൂജാതനായി ലോകരക്ഷകനാഗതനായി ഒന്ന് താലെ മാറ്റൊലിയോടെ തൃശൂർ പേരുണരുകയായി കൊട്ടും പാട്ടും കുഴൽ വിളിയോടെ ആനന്ദത്തിൻ നാട്ടുകളോടെ സാന്തക്ലോസിൻ നിരനിരയോടെ ആട്ടമാടി പാടി തകർക്കാം അഖണ്ഡതയും സൂചിപ്പിക്കുന്ന ക്രിസ്മസിന്റെ ചൈതന്യം സൂചിപ്പിക്കുന്ന നാം ഈ വർഷം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമായ ചൂരൽമലയിലെ പ്രകൃതി ദുരന്തം സൂചിപ്പിക്കുന്ന 21 ഫ്ലോട്ടുകളാണ്. ഈ നാട്ടിലെ തൃശ്ശൂർ പൂരം എങ്ങനെയാണ് ഈ സമൂഹം ആഘോഷിക്കുന്നത്, അതിന് സമാനമായ രീതിയിലേക്ക് എല്ലാവിധ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമായി കോൺനദാലെ മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് തികഞ്ഞ അച്ചടക്കത്തോടെ ഈ ദൃശ്യവിരുന്ന് ആസ്വദിക്കുന്ന ഇവിടുത്തെ ജനസഞ്ചയം. 10,000-കണക്കിന് കാണികളാണ് തികഞ്ഞ അച്ചടക്കത്തോടെ ഈ ദൃശ്യവിരുന്ന് ആസ്വദിക്കാനായി തൃശ്ശൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭൂപ്രദേശങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 2013 ആരംഭിച്ച കോൺനദാലെ ഇത് 11ാമത്തെ വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഓരോ വർഷവും മികവുറ്റ കാഴ്ചകളും മികവുറ്റ ആശയങ്ങളുമായുള്ള
ഈ രാജ്യത്തെ തന്നെ ഈ ലോകത്തെ തന്നെ മികച്ച ക്രിസ്മസ് കാർണിവലായി മാറിയിരിക്കുന്നു എന്നത് ഏറെ അഭിമാനത്തോടെ. തീർച്ചയായിട്ടും നമ്മുടെ കാത്തിരിപ്പ് അടുത്തൊരു ഡാൻസ് എപ്പോഴാണ് എന്നുള്ളതാണ് അല്ലെ. തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഫ്ലോട്ടുകളൊക്കെ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു ഡാൻസ് പെർഫോമൻസിനായിട്ട് ഡാൻസിങ് പാപ്പാസ് റെഡിയാണ്. സോ പാപ്പാസ് റെഡി? ആർ യു റെഡി? യെസ്. ദ മ്യൂസിക് പ്ലീസ്. പങ്കെടുത്ത 10,000-കണക്കിന് വരുന്ന ജനങ്ങൾ, ജാതി മത വ്യത്യാസമില്ലാതെ തൃശ്ശൂർ ജനത പൂർണ്ണതാലയം ഏറ്റെടുത്തു എന്നതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള തെളിവ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഏറ്റവും മനോഹാരിതയോടുകൂടി ഏറ്റവും അച്ചടക്കത്തോടുകൂടി ഈ പരിപാടി സംഘടിപ്പിക്കാൻ നേതൃത്വം വഹിച്ചത് ഇവിടുത്തെ നാട്ടുകാരാണ്. ഏറെ സ്നേഹപുരസ്സരം അവർ ഈ ദൃശ്യങ്ങളിൽ നൽകിയ സഹകരണത്തെ ഏറെ താല്പര്യത്തോടെ ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ വർഷം പൂർണ്ണതയിലേക്ക് വേണ്ടി ശബ്ദവും വെളിച്ചവും ഏകീകരിച്ചത് ക്രോഡീകരിച്ചത് ഇമ്മട്ടി സൗണ്ട് ആൻഡ് ഇലക്ട്രിക്കൽസ് ആണ്. ഇമ്മട്ടി സൗണ്ട് ആൻഡ് ഇലക്ട്രിക്കൽസിന്റെ പ്രൊപ്പറേറ്റേഴ്സായ പ്രിയങ്കരായിട്ടുള്ള ജോഷിക്കും സിബിക്കും പൂർണ്ണതായ കമ്മിറ്റി പൗരാവലിയുടെയും കൃത്യമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇതാ ലൂർദ് ഫൊറൈൻ CNC എടുക്കുന്ന ക്രിസ്മസ് ഫ്ലൈറ്റ് ഇതാ സോലാർ ഗ്രൗണ്ടിലേക്ക് ജില്ലാശുപത്രി പരിസരത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. ലൂർദ് ഫൊറൈൻ CNC ഈ വർഷത്തെ പൂർണ്ണതായ കമ്മിറ്റിക്ക് ഒരുക്കിയ ദൃശ്യവിരുന്ന് ക്രിസ്മസ് ഫ്ലൈറ്റ് ഇതാ സോലാർ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണതാലയുടെ പിന്നില ഇനിയും സോലാർ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാനുണ്ട്. ഏതാനും ഇടവകൾ കൂടി ഈ ദൃശ്യവിരുന്നിന്റെ ഭാഗമാക്കാനുണ്ട്. മുൻനിര ഇതിനകം തന്നെ സെന്റ് തോമസ് കോളേജിന്റെ പാരമ്പര്യ സ്ക്വയറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏറെ മനോഹരമായി ഈ ദൃശ്യവിരുന്ന് ക്രമീകരിക്കാൻ മുഴുവൻ താല്പര്യവും മുഴുവൻ എഫർട്ടും എടുത്ത മുഴുവൻ ആളുകളെയും പൗരാവലിയെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ കമ്മിറ്റി അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ
നന്ദിയോടെ ഓർക്കുന്നു, അതോടൊപ്പം തന്നെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഒരുക്കിയ ക്രിസ്മസ് ഫ്ലൈ ഇതാ ദൃശ്യവിരുന്നുമായി സ്വരാജ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ച് ഈ രാജരീതിയോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 15 ഇടവകൾ കൂടി ഇനിയും ഈ ദൃശ്യവിരുന്നിന്റെ ഭാഗമാകാനുണ്ട്. ഏവരെയും ഈ ദൃശ്യവിരുന്ന് ആസ്വദിക്കുന്നതിനും ഇതിൽ പങ്കുചേരുന്നതിനുമായി ഏറ്റവും സ്നേഹത്തോടെ താല്പര്യത്തോടെ ക്ഷണിക്കുന്നു. ക്രിസ്മസ് കാർണിവലായി പൂർണ്ണത്താലെ മാറിക്കഴിഞ്ഞു. ഇന്ന് ഒരിക്കൽ കൂടി ഇതിനിടയ്ക്ക് പാപ്പമാരും ഡാൻസുകളും മാലാകമാരും ഫ്ലോട്ടുകളും അങ്ങനെ എത്രയൊക്കെ കാഴ്ചയുടെ വിസ്മയം ഒരുക്കാൻ പറ്റുമോ സമസ്ത മേഖലയിലും അതെല്ലാം ഒരുക്കിക്കൊണ്ട് തന്നെയായിരുന്നു.